സീത പോയതിൽ ബാലനെ മതികല പരിഹസിക്കുന്നു. എല്ലാവർക്കും മറുപടി കൊടുക്കാൻ പറ്റിയ ഒരു കാര്യം. പരിഹാസത്തിന് മറുപടിയായി മറ്റൊരു കല്യാണം കഴിച്ച് ജീവിച്ച് കാണിക്കണമെന്ന് കാവടി ബാലനെ ഉപദേശിക്കുന്നു. നീ ഒരു പെണ്ണ് കേട്ടോ. പക്ഷേ ഈ വിവാഹത്തിന് രവി എതിർക്കുന്നു. ഇന്ദുബാലയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ മതികല മനസ്സിനെ ഏർപ്പെടുത്തുന്നു. ഞാൻ എങ്ങനെയാ മതി അതൊക്കെ അറിയുന്നേ? ബാലൻ രവിയുടെ എതിർപ്പിനെ അവഗണിച്ച് പെണ്ണ് കാണാൻ പോകും. രണ്ടാം കല്യാണത്തിൽ നിന്ന് ബാലേട്ടൻ പിന്മാറത്തില്ലെന്ന്. ഇല്ല. ചന്ദ്രേട്ടന്റെ താലി ഇപ്പോഴും സീതയുടെ കഴുത്തിലുണ്ടല്ലോ അല്ലേ? വിവാഹത്തിന് മുമ്പ് സീത തിരികെ എത്തിയാൽ ഒഴിയാമെന്ന കണ്ടീഷനിൽ ഇന്ദുബാല വിവാഹത്തിന് തയ്യാറെടുക്കുന്നു. ഒരു നിമിഷം മുൻപാണ് സീത തിരിച്ചു വരുന്നതെങ്കിലും അപ്പൊ തന്നെ ആ നിമിഷം തന്നെ ഞാൻ പിന്മാറും. കല്യാണം മുടക്കാൻ മതികല പദ്ധതിയിടുന്നു. ഈ കല്യാണം നടക്കാൻ പാടില്ല. രവിയും മതികലയും ഇന്ദുബാലയുടെ കല്യാണം മുടക്കാനെത്തി പരാജയപ്പെടുന്നു. സീത തിരികെ വന്നാൽ കല്യാണത്തിൽ നിന്ന് പിന്മാറാമെന്ന് ബാലൻ. നിമിഷം വരെ ഞാൻ സീതയെ പ്രതീക്ഷിക്കും. സീത വന്നാൽ കല്യാണത്തിൽ ഞാൻ പിന്മാറും. സീത തിരിച്ചെത്തി എന്നറിയിച്ച് പോലീസ് വേഷത്തിലെത്തുന്ന രണ്ടുപേർ ബാലനെ തട്ടിക്കൊണ്ടുപോകുന്നു. എന്നാ അവരെ കുറിച്ച് എന്തോ വിവരം കിട്ടിയിട്ടുണ്ട്, അത് പറയാനാ. വിവാഹത്തലേന്ന് ഇന്ദുബാലയ്ക്ക് അജ്ഞാത ഫോൺ കോൾ വരുന്നു. തുടർന്ന് കാണുക. നാളെ ഇന്ദു ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ നടക്കും. ഒന്നുകിൽ കല്യാണത്തിന് ബാലൻ വരില്ല, അല്ലെങ്കിൽ സീത തിരിച്ചു വന്നു എന്നിരിക്കും. നിങ്ങൾ ആരാ? എന്തൊക്കെയാ പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിക്കണ്ട, നേരിൽ കാണുമ്പോൾ വിശ്വസിക്കാലോ. അപ്രതീക്ഷിതമായ ചില കാഴ്ചകൾ അറിയാതെ നമ്മുടെ കണ്ണ് നനയിക്കും. അതുകൊണ്ടൊരു മുന്നറിയിപ്പ് തന്നതാ. നല്ല കാച്ചണ്ട വീട്ടിലിരിപ്പുണ്ടെങ്കിൽ എടുത്ത് തലയിൽ പൊത്തി ഉറങ്ങാൻ നോക്ക്. തലയ്ക്ക് നല്ല തണുപ്പാ, ഉറക്കത്തിന് നല്ല സുഖവും കിട്ടും. ഓക്കേ, ഗുഡ് നൈറ്റ്. ഹലോ ഹലോ, ആരായിരിക്കും മോളെ ആ വിളിച്ചത്? അറിയത്തില്ല മുത്തശ്ശ. ആരാണെങ്കിലും എല്ലാ കാര്യങ്ങളും നന്നായി അറിയാവുന്ന ആളാ. നമ്മളെപ്പറ്റിയൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു സ്ത്രീയോ? നീ കോളർ ഐ ഡി നോക്കിയില്ലേ? ആ നമ്പറിൽ ഞാൻ തിരിച്ചു വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുന്നത്. എന്തൊക്കെയാ പറഞ്ഞത്? ബാലൻ വരത്തില്ലെന്നും സീത വരുമെന്നും അല്ലേ? എനിക്ക് തോന്നുന്നത് ഇത് അവളുടെ പണിയായിരിക്കുമെന്ന. ആ മതികലയുടെ. ഇവിടെ നേരിട്ട് വന്ന് കല്യാണം മുടക്കാൻ നോക്കിയിട്ട് അത് നടന്നില്ലല്ലോ. അപ്പോ അവൾ ഇങ്ങനെ ഇതുപോലെ ഓരോരോ നമ്പറുകളായിട്ട് ഇറക്കിക്കൊണ്ടേയിരിക്കും. ആ, അത് ശരിയാ മോളെ. ഇത്തരം ഉടായ്പ വേലകളൊക്കെ ആ പെണ്ണിന്റെ കയ്യിലുണ്ടെന്ന് അവളുടെ മുഖം കാണുമ്പോ അറിയാം. നേരെ അങ്ങ് ചെല്ലണം ഇപ്പോ. എന്നിട്ട് മുഖത്ത് നോക്കി ചോദിക്കണം, അച്ഛനില്ലാത്ത ഫോൺ കോൾ നിന്റെ വക ആയിരുന്നോടിയെന്ന്. പക്ഷേ ഫോണിൽ കൂടി ശബ്ദം കേട്ടിട്ട് അത് അവളാണെന്ന് എനിക്ക് തോന്നിയില്ല മുത്തശ്ശ. അത് മതികലയാവാൻ വഴിയില്ല. അവളുടെ വല്ല കൂട്ടുകാരികളുമായിരിക്കും മോളെ. അവളെക്കാലം തലതെറിച്ച കൂട്ടുകാരികൾ അവക്ക് കാണുമല്ലോ. ആ വിളിച്ചയാളിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് അവരെ കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ പറ്റി മുത്തശ്ശ. അവരുടെ സംസാരത്തിലെ ഉറപ്പ്, ധൈര്യം, ആത്മവിശ്വാസം, അത് വെറുതെ അഭിനയിക്കാൻ പറ്റില്ല മുത്തശ്ശ. ദാറ്റ് മീൻസ് സംതിങ് ഹാപ്പൻഡ് ബിഹൈൻഡ് ദ കർട്ടൻ. എന്തൊക്കെയോ കളികളും ചരടുവലികളും നടക്കുന്നുണ്ട്. മോള് പറയുന്നത് എന്തെങ്കിലും കുഴപ്പം? നമുക്കറിയില്ലല്ലോ മുത്തശ്ശ, ആരൊക്കെ എവിടൊക്കെ മറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന്. നീ ഇപ്പോ വയലോരം വീട്ടുകാരുടെ ശത്രുക്കളുടെ നോട്ടപ്പുള്ളിയായി. അങ്ങനെയൊന്നും എനിക്ക് ഭയമില്ലാന്ന് മുത്തശ്ശൻ അറിയാലോ. പക്ഷേ നിഴല് പോലെ ആരോ എന്റെ പിന്നാലെ തന്നെയുണ്ട്. എനിക്ക് പേടിയാവുന്നു മോളെ. മുത്തശ്ശൻ എന്തിനാ പേടിക്കുന്നേ? നമുക്ക് നമശിവായ ജപിച്ച് ഉറങ്ങാൻ കിടക്കാം. കല്യാണം മുടക്കാൻ ശ്രമിക്കുന്നവർ അത് തുടരട്ടെ. എന്തായാലും നാളെ സൂര്യൻ ഉദിക്കുമല്ലോ. പകൽവെട്ടത്തിലാവട്ടെ,
ബാക്കി. എന്റെ സുധാകരൻ താലിഞ്ഞിനാണെന്ന് കുറയ്ക്കാതെ ഞാൻ പറയുന്നു കേക്ക്. ഞാൻ ഈ പഞ്ചായത്ത് റോഡ് പണിയുടെ പണിപ്പുരയിൽ നിൽക്കുമ്പോൾ നീ എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യല്ലേ. എനിക്കതറിയാം, അറിയാം. എടോ, ഞാൻ ഈ വാർഡിലെ മെമ്പർ ഓഫ് ദി പാർലമെന്റ് ആണെന്ന് തനിക്കറിയാമല്ലോ. എടോ, തനിക്ക് തന്ന കോഴിക്കുഞ്ഞുങ്ങളെ പനി വന്ന് ചത്തത് എൻ്റെ കുറ്റം കൊണ്ടാണോ? ആണോ? താനെ അവറ്റകളുടെ വായിലെ മനുഷ്യൻ കഴിക്കുന്ന പാരസെറ്റമോൾ ഗുളിക പൊളിച്ചു കൊടുത്തത് എൻ്റെ കുറ്റമാണോ? ആണോ? അല്ലല്ലോ. അതുങ്ങളൊക്കെ നിന്ന നിപ്പിലെ പെടഞ്ഞ് വീണ് ചത്തത് എൻ്റെ കുറ്റം കൊണ്ടാണോ? ആണോ? അപ്പോ ഞാൻ ഒരു കുറ്റമേ ചെയ്തിട്ടുള്ളൂ. എന്നതാ? ആ മേരിക്ക് അനുവദിച്ച കോഴിക്കുഞ്ഞുങ്ങളെ മറിച്ച് നിനക്ക് തന്നു. എന്നതാ? കുറച്ചുകൂടെ ആരോഗ്യമുള്ള എന്തിനെങ്കിലും നിനക്ക് തരാനോ? അടുത്ത മാസം ദിനോസറിന്റെ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നുണ്ട്. നീ വാ, അതിന് നല്ല ആരോഗ്യമുള്ള 6-7 കുഞ്ഞുങ്ങളെ നിനക്ക് തരാം. എന്താ പോരെ? വേണ്ട ഫോൺ, വേണം വേണം. അയ്യേ, എടാ, ഞാനിവിടെ ചാറിൽ കുടുങ്ങി കിടക്കുകയാണെന്ന്. ഈശ്വര, മണ്ടന്മാര് മാത്രമുള്ള ഒരു വാർഡായിപ്പോയില്ലേ ഇത്. അല്ല, അതുകൊണ്ടാണല്ലോ കാലാകാലങ്ങളായിട്ട് ഞാൻ തന്നെ ജയിച്ചു പോരുന്നത്. അവിടെ തന്നെ അങ്ങ് നിൽക്കാന്നോ? കൊണ്ടുപോട് ചെല്ലേ. ഇതെന്തോ വെള്ളഭൂതം കറുത്ത സാരി കൊടുത്തോണ്ട് ഇറങ്ങിയിരിക്കാന്നു. എന്നതാന്നോ കോള്? മെമ്പർക്ക് എന്നെ മനസ്സിലായോ? എന്തുവാ ഈ പറയുന്നേ? മനസ്സിലായോന്നോ? ജൂനിയർ ഹോർലിക്സ് മാത്രം കഴിക്കുന്ന ആന്റി അല്ലയോ? നമ്മുടെ മലഗതിയുടെ അല്ല, മതികലയുടെ അമ്മ. കറക്റ്റ്. ഇതെന്നതാ കഴുത്തിൽ ദോശക്കല്ല അന്ന്? നോ നോ നോ, ഇറ്റ്സ് മൈ ന്യൂ സ്റ്റൈൽ. അന്ന് ഞാൻ കരുതി മൊബൈൽ തട്ടുകടയാണെന്ന്. മെമ്പറെ, ഒന്ന് വന്നേ. എനിക്ക് മെമ്പറിന്റെ ഒരു സഹായം വേണം. മെമ്പർ എന്റെ കൂടെ നിൽക്കണം. അത്രേ ഉള്ളു. മതിയോ? അതല്ല മെമ്പറെ, ചേർന്നിക്കണോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ? ഇന്നത്തെ ദിവസം അമാവാസ്യാന്നോ? അതൊന്നുമല്ല. ഇന്നാണ് വയലോരം വീട്ടിലെ ബാലചന്ദ്രൻ 2ാമത് കല്യാണം കഴിക്കാൻ പോകുന്നത്. ഞാനും കേട്ടായിരുന്നു. ഏതോ ഒരു വക്കീലിനെയാ. ആ കല്യാണം നടക്കരുത്. സീതയെ കണ്ടുപിടിക്കാതെ ബാലൻ വേറെ കിട്ടുന്നത് ശരിയാണോ മെമ്പറെ? അത് ശരിയല്ല. എന്നാലും ആ ബാലൻ പൂച്ചയെ പോലെ പമ്മി ഇരുന്നിട്ട് സാധാരണ കല്യാണം കഴിക്കുന്ന ഒരുത്തൻ കല്യാണം എന്ന വാക്ക് പറയാറുമില്ല. ഒരു കല്യാണം കൂടാനെങ്ങും പോകാറുമില്ല. അന്നേരമാ അവൻ 2ാമതും പെണ്ണ് കെട്ടാൻ പോകുന്നത്. ധീരനാവൻ. അവന് പഞ്ചായത്തിന്റെ വക ഒരു പരമവീര ചക്രം കൊടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ആ കല്യാണം നടക്കരുത്. വേണ്ട, അതെവിടെയെങ്കിലും ഇരുന്നോട്ടെ. മെമ്പറെ, തമാശയല്ല. ആ കല്യാണം മുടക്കാൻ മെമ്പർ എന്റെ കൂടെ നിന്നാൽ മെമ്പർക്കും ഗുണമുണ്ട്. എന്ത് ഗുണം? 50,000 ഉണ്ട്. ഒരു ടോക്കൺ അഡ്വാൻസ് ആയിട്ട് കരുതിയാ മതി. അല്ല, 50,000 കുറഞ്ഞു പോയിന്ന് കരുതണ്ട, ഇനിയും തരാം. അല്ലെങ്കിലും ഈ മഹാത്മാഗാന്ധിയുടെ ഫേസ് കാണുമ്പോൾ എൻ്റെ മനസ്സങ്ങ് അലിഞ്ഞു പോകും. ഇത്രയും വലിയ മഹാനുഭാവന്റെ മുഖത്ത് നോക്കി എങ്ങനാ നോ പറയുന്നേ? അതെ, ഞാൻ ഏറ്റിരിക്കുന്നു. ആ കല്യാണം നടക്കത്തില്ല. പോരെ? എങ്ങനെ? എന്താ മെമ്പർ ഉദ്ദേശിക്കുന്നേ? അത് വിട്ടെ. കുത്തിത്തിരിപ്പും കുടിത്തിരിമ്പ് ബിസിനസ്സും മെമ്പർ ചെയ്യാനും പഠിപ്പിക്കണ്ട. കണ്ടോ എന്താ സംഭവിക്കാൻ പോകുന്നത്? ബാലന്റെ കല്യാണം നടക്കത്തില്ല. അതുപോലെ മതി, അത് മതി. എന്നാ പിന്നെ ധൈര്യമായിട്ട് വെക്കൂ. വെക്കുന്നേ. ബാക്കി ഈ മെമ്പർ ഏറ്റു. മതി, എനിക്കത് മതി.
മിണ്ടാതിരിക്കട്ടെ. പോ. പപ്പൂസേ, ഇങ്ങനെ നിന്നാ മതിയോ? ഇന്നേ പപ്പൂസിന്റെ കൊച്ചുമോളുടെ കല്യാണം അല്ലേ? പോവണ്ടേ? പോയി കുളിച്ച് സുന്ദരകുട്ടപ്പനായിക്കേ. മോളെ, എന്താ എന്റെ മുത്തശ്ശ? കല്യാണം നടക്കുമോ മോളെ? ഇന്നലെ രാത്രി നിനക്കാരുടെ ഫോൺ വന്നില്ലേ? കല്യാണം നടക്കത്തില്ല എന്ന് പറഞ്ഞു. ബാലനെ കാണാനില്ലെന്നോ സീത വരുമെന്നോ? എന്ന് കരുതി നിശ്ചയിച്ചുറപ്പിച്ച കല്യാണത്തിന്ന് നമ്മൾ പിന്മാറണോ? പറയുന്നവരെന്തേലും പറയട്ടെ മുത്തശ്ശ. വന്നതൊരു അനോണിമസ് കോളാ. അതിന്റെ വില കൊടുത്താ മതി. പക്ഷെ ബാലന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. അത് ഇന്നലെ രാത്രിയിലല്ലേ പപ്പൂസേ? ഫോൺ ഓഫ് ചെയ്ത് വെച്ച് കാണും. എന്തായാലും ഞാൻ ഇപ്പൊ വിളിച്ചോളാം. എന്റെ പത്മലോചനൻ പപ്പൂസാശാൻ ഒന്ന് പോയി റെഡിയാവാൻ നോക്കോ? നമ്മുടെ ഈ തീരുമാനം തെറ്റായി പോയോ മോളെ? എന്താ മുത്തശ്ശനിപ്പോ അങ്ങനൊക്കെ തോന്നാൻ? അല്ല, ഒരുപാട് പ്രശ്നങ്ങളും ഉത്തരം കിട്ടാത്ത ഒരുപാട് ദുരൂഹതകളുമുള്ള ഒരു വീട്ടിലേക്കാണോ നിന്നെ അയക്കുന്നതെന്നൊരു തോന്നൽ. അങ്ങനൊന്നും ചിന്തിക്കണ്ട മുത്തശ്ശ. അല്ല മോളെ, നിന്റെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോ ഇതുവരെ ഇല്ലാത്തൊരു കുടുക്കം നെഞ്ചിനകത്ത്. ആർക്കാ മുത്തശ്ശ ഭാവിയെപ്പറ്റി മുൻകൂട്ടി എന്തെങ്കിലും അറിയാൻ കഴിയുന്നത്? അന്നേരം മുമ്പിലുണ്ടാവുന്ന വഴികളിലൂടെ നമ്മൾ അങ്ങ് നടക്കുന്നു, അത്ര തന്നെ. മുമ്പിലുള്ള വഴി പൂ വിരിച്ചതാണോ മുള്ളു പാകിയതാണോ എന്നൊക്കെ ആർക്കറിയാൻ കഴിയും? എല്ലാം ഓരോരുത്തരുടെ വിധി. നമുക്ക് പ്രതീക്ഷിക്കാം നല്ലത് മാത്രം സംഭവിക്കണേന്ന്. നിനക്കെങ്ങനെ ഇങ്ങനെ പക്വതയോടെ പറയാൻ കഴിയുന്നു മോളെ? ഞാനേ പത്മലോചനൻ പപ്പൂസാശാന്റെ കൊച്ചുമോളായതുകൊണ്ട്. അതെ, ഇനി വർത്തമാനം പറഞ്ഞു നിന്നാ നമ്മുടെ മറ്റേ കക്ഷി ഇങ്ങോട്ട് വരുവേ. ഏത് മറ്റേ കക്ഷി? നമ്മുടെ രാഹുവേ. രാഹുകാലത്തിന് മുമ്പേ പോണ്ടേ? വലിയ വിശ്വാസക്കാരനല്ലേ എന്റെ പപ്പൂസ്? ഓ, എന്നാ ഒരുങ്ങിയേക്കാം മോളെ. രാഹു ഒക്കെ ഉള്ളത് തന്നെ. എവിടെ പോയി? നീ എന്തിനാ രാവിലെ കിടന്ന് ബഹളം വെക്കുന്നത്? അയ്യോ, ശാരദയെ കാണാനില്ല. ഓടി ഓടുന്നു. ശാരദ പെങ്ങൾ എവിടെ പോവാനാ? ബാലനെ പോലീസ് കൊണ്ടുപോയ കാര്യം ആരെങ്കിലും പറഞ്ഞു? ആര് പറയാൻ? രാവിലെ അല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞത്? എന്നാ പിന്നെ പേടിക്കാനില്ല. ശാരദ പെങ്ങൾ അമ്പലത്തിലോ മറ്റോ പോയി കാണും. എന്നെ വിളിക്കാതെ പോവത്തില്ലെന്നേ. ഇതിപ്പോ കൂനുമ കുരു പോലായല്ലോ. ബാലനെ തിരക്കി പോവാൻ നോക്കുമ്പോ ശാരദ പെങ്ങളെ കാണാനില്ല. കൊച്ചേ, നീ ശാരദയെ കണ്ടോ? ആരെ? ആഹാ, നീയും പെറ്റതള്ളയുടെ പേര് മറന്നോ? എടി, നിന്റെ അമ്മയെ കണ്ടോന്ന്? കണ്ടു. എന്തിയെ? ഇന്നലെ രാത്രിയാ കണ്ടേ. പോവണ്ടേ അവിടുന്ന്? പോ, നോക്കാം. ശാരദേ, 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 പെങ്ങളെ, ശാരദ പെങ്ങളെ, ശാരദേ, ശാരദേ, അമ്മേ. ചേടാ, ഇതെന്തു പറ്റി? കല്യാണത്തിന് പോവാൻ ചെറുക്കനുമില്ല, കൂടെ പോവാൻ അവന്റെ അമ്മയില്ല. നമ്മൾ ഇനി എവിടെ പോയി അന്വേഷിക്കും? എന്റെ മുരുക. ശാരദേ, എന്താ എല്ലാരും കൂടി തിരയുന്നേ? വല്ല മാണിക്യവും കാണാതെ പോയോ? നീ ശാരദയെ കണ്ടോ വച്ചേ? ശാരദാമ്മയെ കണ്ടില്ല. പകരം ശാരദാമ്മ എഴുതിയ ഒരു കത്ത് കിട്ടി. കത്തോ? കത്ത്. അത് നിങ്ങളുടെ എല്ലാവരുടെയും നെഞ്ചിനിട്ടുള്ളൊരു കുത്താ. എന്നതാ കൊച്ചേ, നീ തെളിച്ചു പറ. ശാരദാമ്മ നാട് വിട്ടു പോയിന്ന്. നാട് വിട്ടുന്നു? എന്റെ അമ്മ എവിടെ പോയേ? അമ്മ പൊന്നുമോളെ ഇട്ടിട്ടേ അമ്പലങ്ങൾ കാണാൻ പോയി. ആ കത്തിങ്ങതാ. ഞാൻ ആദ്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം, എന്നിട്ട് തരാം. പ്രിയപ്പെട്ട മക്കളെ, നാത്തൂനെ കുട്ടിമണി, ആദ്യമേ
അമ്മ ക്ഷമ ചോദിക്കുക ആരോടും ഒന്നും പറയാതെ ഈ രാത്രി ഇറങ്ങിപ്പോകുന്നതിന്. അമ്മ ഒരു യാത്ര പോകുക. അച്ചുവേട്ടൻ ഉണ്ടായിരുന്നപ്പോ പലതവണ ഞങ്ങൾ പറഞ്ഞിരുന്നതാ ഇങ്ങനൊരു യാത്രയെപ്പറ്റി. ഒരുപാട് അമ്പലങ്ങൾ കാണണം, എല്ലാ ദൈവങ്ങളോടും എന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതാണ് നല്ല സമയമെന്ന് തോന്നുന്നു. കുട്ടിമണി തിരിച്ചു വന്നു. എന്റെ ബാലന്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയ പെൺകുട്ടി വരാൻ പോകുന്നു. രവിക്ക് കലമോളും ഒരുപാട് ബന്ധുക്കളും ഉണ്ട്. നാത്തൂനും ഒറ്റയ്ക്കല്ല. ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വരുമ്പോഴേക്കും നമ്മുടെ വീട് പണ്ടത്തെ പോലെ സന്തോഷത്തിൽ മുങ്ങി നിൽക്കുന്ന വയലോരം വീടാവും. എനിക്ക് ഉറപ്പാ. അതിനു വേണ്ടിയാ എന്റെ പ്രാർത്ഥനകൾ മുഴുവനും. എന്നെ ഓർത്ത് ആരും പേടിക്കണ്ട. അച്ചുവേട്ടന്റെ ആത്മാവ് എന്റെ കൂടെയുണ്ട് എന്ന് ശാരദ. കേട്ടല്ലോ? എന്റെ ദൈവമേ, കത്തെഴുതി വെച്ചിട്ട് പോയത് എത്രയോ നന്നായി. അല്ലെങ്കിൽ ഇനി ഇതിന്റെ പേരിലും കൂടെ പോലീസ് കേറി ഇറങ്ങിയനെ ഈ വീട്ടില്. എന്തായാലും കൊള്ളാം, ഓരോരോ മുതു ഭ്രാന്തുകള്. എന്നാ അപ്പച്ചമ്മ, എന്റെ അമ്മ എവിടെ പോയതാ? മോളുടെ അമ്മ. മോളുടെ അമ്മ അമ്പലത്തിൽ പോയതാ. അപ്പൊ എപ്പം വരും? ഇപ്പൊ വരും. എനിക്ക് പായസം കൊണ്ടുവരാം. കൊണ്ടുവരും. എന്റെ മോക്ക് പായസം കൊണ്ടുവരും. എന്റെ രവിയേട്ടാ, എനിക്ക് ചിരിച്ച് ചിരിച്ച് ശ്വാസം മുട്ടുന്നു. പ്രതിശ്രുത വരൻ പോലീസ് കസ്റ്റഡിയിൽ, വരന്റെ അമ്മ തീർത്ഥാടനത്തിൽ. സായാഹ്ന പത്രത്തില് ഇങ്ങനൊരു വാർത്ത കൊടുക്കണം കേട്ടോ. അമ്മയെന്നാലും എവിടെ പോയതാന്നാ? അവരെഴുതി വെച്ച കത്ത് നിങ്ങളെ ഞാൻ ഉറക്കെ വായിച്ചു കേൾപ്പിച്ചതല്ലേ. മക്കളെ, എന്റെ പൊന്നു മക്കളെ, നാത്തൂനെ, കുട്ടിമണി, കുന്തമ്മേ, കുട്ടിപ്പിശാശെ. അമ്മ എല്ലാ അമ്പലങ്ങളിലെ ദൈവങ്ങളെ കണ്ട് സങ്കടഹർജി കൊടുക്കാൻ പോവാന്ന്. ദൈവങ്ങളെ പിടിക്കാൻ പോയേക്കുന്നെന്ന് എന്നാ കാര്യത്തിനാ? ഇവിടെ ഇരുന്ന് വിളിക്കുന്നത് പോരാഞ്ഞിട്ടാണോ? എന്നാലും അമ്മ ഒറ്റയ്ക്ക് എങ്ങോട്ടും പോയിട്ടില്ല. ഒറ്റയ്ക്കാവില്ല. നിങ്ങളുടെ അച്ഛൻ പിശാച് കൂടെ കാണും, അത് ഉറപ്പാ. അയാള് തന്നെ രാത്രി നിങ്ങളുടെ അമ്മയെ വിളിച്ചോണ്ട് പോയത്. ഒരു രീതിയിൽ പറഞ്ഞ നിങ്ങളുടെ അമ്മ ഇവിടെ ഇല്ലാത്തത് വലിയ നഷ്ടം തന്നെ. അല്ലെങ്കിലും എന്റെ പൊന്നിന് അമ്മയോട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അയ്യേ, ഇഷ്ടവും മണ്ണാക്കട്ടെയൊന്നുമല്ല. ഇനി ആരിവിടെ വല്ലതും വെച്ചുണ്ടാക്കും? നല്ല ഒന്നാന്തര അവിയലും ഇഞ്ചിക്കറിയൊക്കെ നിങ്ങളുടെ അമ്മ ഉണ്ടാക്കുമായിരുന്നു. ഇവിടെ നിൽക്കുന്ന ആ തള്ളയ്ക്ക് വല്ലതും വെച്ചുണ്ടാക്കാൻ അറിയാവോ? നിങ്ങളുടെ കുപ്പച്ചിയമ്മയ്ക്ക് അറിയായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. പിന്നെ കുക്കറി ക്ലാസ്സിന് വിട്ട് പഠിപ്പിക്കാൻ പറ്റിയ നല്ല പ്രായമാണല്ലോ അവർ. ഒരു കാര്യം ചെയ്യാൻ മതി, അമ്മയ്ക്ക് പകരം ഒരു സെർവന്റിനെ വെക്കാം. കാര്യം നടന്നാ പോരെ? അത് മതി. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമായി. എന്തൊക്കെയായാലും ഇന്നത്തെ മൂന്ന് കല്യാണം നടക്കത്തില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോ അമ്മ നാട് വിട്ടു പോയത് നന്നായി അല്ലേ മതി? പിന്നല്ലാതെ. ഇനിയിപ്പോ നിങ്ങളുടെ ചേട്ടനും വല്ലയിടത്തും ഇറങ്ങിപ്പോവും. പിന്നെ ആ കാവടിയും ഭാര്യയും രണ്ടിനെ ഞാൻ വല്ല അമ്പലത്തിലും കൊണ്ടുപോയി നടതള്ളും. കുട്ടിമണി സിജനും ഇവിടെ നിന്നോട്ടെ. ഞാൻ കരുതി മതി അവരെ ഇറക്കി വിടുന്നു. ഞാൻ അത്രയ്ക്ക് ക്രൂരയൊന്നും അല്ല രവിയേട്ടാ. ബുദ്ധിയില്ലാത്ത കുട്ടിയല്ലയോ. അവളിവിടെ നിന്നോട്ടെ. അവളെ കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ശല്യമൊന്നും ഉണ്ടാവത്തില്ലല്ലോ. എന്നാലും നാട്ടുകാരോട് എന്തു പറയുന്നു? ഇനി കുറെ നാളത്തേക്ക് വയലൂരം വീട്ടിലെ ശാരദാമ്മയായിരിക്കും ചർച്ചാ വിഷയം. ചർച്ച ചെയ്യട്ടെ. നിങ്ങൾക്ക് എന്താ ചെയ്തം? നിങ്ങളുടെ ഇപ്പോഴത്തെ അഡ്രസ് വയലോരം വീടെന്ന ഈ കാലിത്തൊഴുത്തെന്നല്ലോ. പിന്നെ എന്റെ മനുഷ്യ, നിങ്ങളുടെ ഇപ്പോഴത്തെ അഡ്രസ് എന്താണെന്ന് വെച്ചാ മാണിക്യമംഗലത്തെ മരുമകനെന്നാ. മനസ്സിലായോ? ഇനി നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ തന്നെ മൂത്ത മകന്റെ രണ്ടാം കല്യാണത്തിന്
നിങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടമില്ലായിരുന്നെന്നും അതിന്റെ പേരില് നാട് വിട്ടു പോയതാണെന്നും പറഞ്ഞേക്കണം. എത്രയും പെട്ടെന്ന് ആ അസ്ഥിത്തറ ഒന്ന് പൊളിച്ചു കളയാൻ നോക്ക്. ഇനി കുമ്പിട്ട് കിടന്ന് കരയാൻ നിങ്ങളുടെ അമ്മ ഇവിടെ ഇല്ലല്ലോ. പൊളിക്കാം. എന്തായാലും ഇത്രയായില്ലേ, ഓണം കൂടെ കഴിഞ്ഞോട്ടെ. അച്ഛേ, അച്ഛേ, അതെ, അമ്മ ഉണ്ടോ അവിടെ? ഇല്ലല്ലേ. അപ്പച്ചമ്മ പറഞ്ഞു അമ്മ അമ്പലത്തിൽ പോയതാന്ന്. പായസം കൊണ്ടുവരുന്ന് പറഞ്ഞു. പിന്നെ വലിയേട്ടനും ഇവിടെ ഇല്ല. എന്നാലും അമ്മ എന്നോട് പറയാതെ പോവാച്ചേ. പിന്നെ കൊച്ചേച്ചി ഒരു എഴുത്ത് വായിക്കുന്നുണ്ടായിരുന്നേ. ഞാൻ ചോദിക്കാവേ. രവിയേട്ട, എത്രയും പെട്ടെന്ന് ആ അസ്ഥിത്തറ ഒന്ന് പൊളിച്ചു കളയാൻ നോക്ക്. ഇനി കുമ്പിട്ട് കിടന്ന് കരയാൻ നിങ്ങളുടെ അമ്മ ഇവിടെ ഇല്ലല്ലോ. പൊളിക്കാം. എന്തായാലും ഇത്രയായില്ലേ, ഓണം കൂടെ കഴിഞ്ഞോട്ടെ. അതെന്താ, ഓണത്തിന് മാവേലി ഇവിടെ വന്ന് പുഷ്പാർച്ചന നടത്തുന്നുണ്ടോ? അതല്ല മതി. ഞാനും കണ്ട നിങ്ങൾ കൊടുക്കത്തെ പേടിയോ, അത്രേ ഉള്ളൂ കാര്യം. കുഞ്ഞേട്ടാ.